അപ്പോൾ ഇന്നൊരു സ്കിൻ കെയർ വീഡിയോ ആയാലോ? ആദ്യം തന്നെ ഞാൻ ആവി പിടിക്കുകയാണ്. എനിക്ക് ജലദോഷത്തിന് ചെറിയൊരിതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ജലദോഷത്തിൻ്റെ മരുന്ന് കഴിക്കാൻ ഓർത്തത്. പിന്നെ അത് കഴിക്കാനായിട്ട് ഇടയ്ക്ക് പോയി. ആ കർട്ടൻ്റെ മറവിൽ നിൽക്കുന്ന ആളില്ലേ, അതെൻ്റെ ചേട്ടനാണ്. ഞാൻ വീഡിയോ എടുക്കാൻ ഇരുന്നപ്പോൾ തൊട്ട് വന്ന് നിൽക്കുന്നതാണ്. വീഡിയോ ഓൺ ആയതുകൊണ്ടാണ് അതിൻ്റെ മറവിൽ നിൽക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് അത് മാറ്റുന്നുണ്ട്. അപ്പം തന്നെ ആൾ ഓടിയിട്ടുണ്ട്. എന്നിട്ട് പിന്നീട് ഈ കോലത്തിലാണ് വന്നത്. ഫേസിൽ അത്യാവശ്യം പിമ്പിൾസും ആക്നീസും ഉള്ളതുകൊണ്ട് ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്ന സോപ്പാണ് ഡെർമാഡ്യൂവിൻ്റെ ആക്നി സോപ്പ്. ഇതിനു മുമ്പ് ഞാൻ ഫേസ് വാഷ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് കിടന്ന കർട്ടൻ്റെ മറവിലെ സംഭവത്തിൻ്റെ ഇത് ഓർത്തിട്ടാണ് ഞാൻ ഇടയ്ക്ക് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫേസ് ആദ്യം കഴുകിയിട്ട് വേണം സോപ്പ് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അതിനിടയ്ക്ക് ഞാൻ പൊട്ട് വരെ എടുത്ത് മാറ്റാൻ മറന്നുപോയി. എന്നിട്ട് നല്ലപോലെ മസാജ് ചെയ്യുക. നെറ്റിയും കവളും താടിയെല്ലാം നല്ലപോലെ മസാജ് ചെയ്ത് കഴുകുക. ചെറിയ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ നോർമൽ വാട്ടറിലോ ഫേസ് കഴുകിയാൽ മതി. കഴുകിയ ശേഷം ഒരു ടവൽ കൊണ്ടോ തുണി കൊണ്ടോ ജസ്റ്റ് ഒന്ന് ഒപ്പിയ ശേഷം ഞാൻ ക്ലിയർ ജെല്ലിൻ്റെ മരുന്നാണ്, അതായത് ജെല്ലാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. പിമ്പിൾസ് ഉള്ള ഭാഗത്ത് രണ്ട് സൈഡിലും കവിളിൽ, താടിയിൽ, നെറ്റിയിൽ അവിടെയൊക്കെ കുറച്ച് പിമ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ കുരുക്കൾ വന്ന പാടാണ് കൂടുതലും ഫേസിലുള്ള കറുത്ത പാടുകളാണ് കൂടുതലും ഉള്ളത്. ഞാൻ പിന്നെ ആവി പിടിച്ചത് ജലദോഷം വന്നതുകൊണ്ട് മാത്രമല്ല, ഇടയ്ക്ക് ഞാൻ ആവി പിടിക്കാറുള്ളതാണ്. ചുണ്ട് ഡ്രൈ ആവുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ലിപ് ബാം യൂസ് ചെയ്യുന്നത്. ലിപ് ബാം മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഹിമാലയയുടെയാണ്. അപ്പോൾ ഇതും തേക്കാറുണ്ട് രാത്രിയിൽ. ഇടയ്ക്ക് മാത്രം തോന്നുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ. ചുണ്ടിൽ തൊലി നല്ലപോലെ ഇരിയുന്നുണ്ട്, ഉരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്കിൻ കെയർ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.